വാട്സപ്പിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉപകാരമുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അധികം വളവള പറയാണ്ട് നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോവാം. വാട്സപ്പിൽ ഒരു ചാറ്റിലേക്ക് വോയിസ് മെസ്സേജ് വിടുക. അങ്ങനെ ഞെക്കി പിടിച്ച് വോയിസ് മെസ്സേജ് വിടും, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. ലോങ് മെസ്സേജ് ആവട്ടെ, കുറേ പറയണമെങ്കിൽ ഞെക്കി പിടിച്ച് മേലോട്ട് ലോക്ക് ചെയ്ത് വെക്കും. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചത് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ക്യാൻസൽ, ഒന്ന് സെൻഡ് ബട്ടൺ. നമ്മൾ റെക്കോർഡ് ചെയ്ത് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ സെൻഡ് ചെയ്യുക. അതിന് പകരം മേലെ ഏരോ മാർക്ക് ഞെക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ബാക്ക് ചെയ്താൽ വേറെ എവിടെയെങ്കിലും ചാറ്റിലോ എവിടെയെങ്കിലും പോയി നിങ്ങൾ ചാറ്റൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് പുറത്ത് വന്ന് വീണ്ടും തിരിച്ചു പോയിട്ട് ആ ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വോയിസ് മെസ്സേജ് ഇവിടെ ഉണ്ടാവും. വേണമെങ്കിൽ നമുക്കിത് കേട്ട് നോക്കാം. കേട്ട് നോക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെൻഡ് ചെയ്യാം. അപ്പം നല്ലൊരു ഓപ്ഷനാണ് വോയിസ് മെസ്സേജ് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്. രണ്ടാമത്തത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റിൻ്റെ ഒക്കെ പേര് ഹൈഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യേണ്ടത്? അത് നിങ്ങൾ ബ്ലാങ്ക് മെസ്സേജ് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഒറ്റ പ്രാവശ്യം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കണം. അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇത് വരിക. ഇവിടെ ഒരു ബ്ലാങ്ക് മെസ്സേജ് കാണും. ഇവിടെ റോസ് ഒന്നും ക്യാരക്ടർ ഒന്നും ഉണ്ടാവും. ക്യാരക്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എത്ര അക്ഷരങ്ങൾ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ തൽക്കാലം ഒരു 10 സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിപ്പ് ബോർഡ് എന്നുള്ള അതൊന്ന് ഞെക്കി കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല, അതങ്ങ് ഒഴിവാക്കിയേക്കാം. അതിനുശേഷം നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ പേരൊന്ന് മാറ്റണം. അതിന് ജസ്റ്റ് ആ ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ എടുത്തിട്ട് ഇവിടെ പേര് മാറ്റുന്നിടത്ത് പോയിട്ട് ഈ പേര് നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ അതിലുള്ള പേരങ്ങ് മാറ്റി കളിയുക. എന്നിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ പേര് പോയി. ഇതുപോലെ തന്നെ ഏത് കോണ്ടാക്റ്റിൻ്റെ പേരും നിങ്ങൾക്ക് ഹൈഡാക്കിയിടാം. എവിടെ നിങ്ങൾക്ക് ഹൈഡാക്കിയിടാം. നിങ്ങൾ ആ കോപ്പി ചെയ്ത ബ്ലാങ്ക് മെസ്സേജ് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ വാട്സപ്പിലോ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ എപ്പോൾ എതിർത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, വാട്സപ്പിലെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.